UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് നിർണായക രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് PV അൻവർ. തൃണമൂൽ കോൺഗ്രസിലൂടെ UDF പ്രവേശനമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. മുന്നണി പ്രവേശനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് നിർണായകമാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ന്റെ ഭാഗമാകാൻ കഴിയുമെന്നാണ് PV അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച PV അൻവറിന്റെ പ്രധാന ലക്ഷ്യം UDF പ്രവേശനമാണെന്ന് വ്യക്തം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടാണ് PV അൻവറിന്റെ UDF പ്രവേശനത്തിന് പ്രധാന വെല്ലുവിളി. ഇത് മനസ്സിലാക്കിയാണ് അൻവർ VD സതീശനെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞത്. UDF-ന് നിരുപാധിക പിന്തുണയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മഞ്ഞുരുകുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. PV അൻവറിന്റെ മാപ്പ് പറച്ചിലിന് പിന്നാലെ VD സതീശൻ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടില്ല. അതേസമയം നിലമ്പൂരിൽ DCC അധ്യക്ഷൻ VS ജോയിയെ പരിഗണിക്കണമെന്ന PV അൻവറിന്റെ നിർദ്ദേശത്തിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്ന് നേതാക്കൾ പ്രതികരിച്ചു. അൻവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആര്യടൻ ഷൗക്കത്ത് രംഗത്തെത്തി. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാസന്നദ്ധമായി നിൽക്കുകയാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും അൻവറിന്റെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. നിലമ്പൂരിൽ അൻവറിന്റെ പിന്തുണ UDF-ന് അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അൻവർ സമ്മർദ്ദ ശക്തിയാകും. ഈ സമ്മർദ്ദത്തിന് UDF വഴങ്ങേണ്ടി വരുമെന്ന് ഉറപ്പ്. KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളിൽ പലരും അൻവറിന് അനുകൂലമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവറിന് UDF പ്രവേശനം എളുപ്പമാകാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.